ഡിണ്ടിക്കൽ ബിരിയാണിയുടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബിരിയാണി മാത്രം കിട്ടുന്ന സ്പോട്ടാണ്. எப்படி பிரியாணி நல்லா இருக்கும்? ஓகே அங்கிள் எப்படி இருக்கு? நல்லா சூப்பர். ഹേ ഗൈസ്, ഡിണ്ടിക്കൽ ബിരിയാണി വളരെ ഫേമസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്കയും വെങ്കയും നമ്മുടെ കേരളത്തിൽ വരെ ഡിണ്ടിക്കൽ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പം ഡിണ്ടിക്കലിലാണ്. ഡിണ്ടിക്കലിലെ ബിരിയാണി നമ്മൾ ഇന്ന് സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. സൗന്ദർ ഹോട്ടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സൗന്ദർ ബിരിയാണി സ്പോട്ടിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഡിണ്ടിക്കൽ തന്നെയാണ് കേട്ടോ. അപ്പം ഇവിടെ ഡിണ്ടിക്കൽ ബിരിയാണിയുടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബിരിയാണി മാത്രം കിട്ടുന്ന സ്പോട്ടാണ്. അപ്പോൾ ഡിണ്ടിക്കൽ ബിരിയാണി എங்கே കിട്ടും? ഡിണ്ടിക്കൽ ബിരിയാണി തപ്പി നടക്കുന്ന നമ്മുടെ കേരളാവിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഞാൻ എൻ്റെ ഭാഷയിൽ തമിഴൊക്കെ കറച്ച് കയറി വരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തമിഴ്നാട്ടിലൂടെയുള്ള യാത്രയിൽ തമിഴ് കുറച്ച് കൊഞ്ച പേസി തുടങ്ങി. അപ്പം അധികം വൈകാതെ തന്നെ നമ്മൾ ഡിണ്ടിക്കൽ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം നമ്മൾ ഈ സൗന്ദർ ബിരിയാണിയിൽ വന്ന് നിൽക്കുമ്പോഴത്തേന്, ഈ ഒരു ഹോട്ടലിൽ വന്ന് നിൽക്കുമ്പോഴത്തേന് ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പഴയകാല ആംബിയൻസ് ഉള്ള ഒരു വീട് പോലെ ഒരു കൺസെപ്റ്റിലാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇവിടെ പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിണ്ടിക്കലിൽ തന്നെയാണ്. ഡിണ്ടിക്കലിൽ വന്നിട്ട് സൗന്ദർ ബിരിയാണി നമ്മളൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പോട്ടിലേക്ക് കിട്ടും. നമ്മൾ കറക്റ്റ് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിണ്ടിക്കൽ ബിരിയാണി സ്പോട്ടിൽ വന്നിട്ട്, ഡിണ്ടിക്കലിലെ സൗന്ദർ ബിരിയാണി സ്പോട്ടിൽ വന്നിട്ട് ഡിണ്ടിക്കൽ ബിരിയാണി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഇതാകണ്ടില്ലേ, ഇങ്ങനെ ഒരു ആംബിയൻസിലാണ് ഇവിടുത്തെ ഈ ഒരു സൗന്ദർ ഹോട്ടലിലെ അകത്തെ കാഴ്ചകൾ കേട്ടോ. സൗന്ദർ ബിരിയാണി എന്ന് തന്നെ പറയാം. ബിരിയാണി കഴിക്കാൻ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നൊക്കെ ഉള്ളൂ. എല്ലാവരും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ആൾക്കാർ വരുമ്പോഴത്തേന് ശരിക്കും ഇത് നല്ലൊരു മൂഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ, അകത്തെ ഈ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം, എപ്പടി ഇരിക്കും ഫുഡൊക്കെ? എപ്പടി ഇരിക്കും? நல்லா இருக்கும். எப்படி இருக்கு ஃபுட்டொക്കെ? பேரெங்க? ரத்தீஷ். ப்ரோ எப்படி? ஃபுட் நல்லா இருக்கும். பிரியாணிக்கு எப்படி இருக்கு? நல்லா இருக்கு. எப்படி பிரியாணிக்கு எப்படி இருக்கு? நல்லா இருக்கு. மேம் எப்படி இருக்கு ஃபுட்டொക്കെ? எப்படி இருக்கு? நல்லா இருக்கு. பிரியாணி அருமையாக இருக்கும். ഇടയ്ക്കിടെ ഇங்கே വരുമോ? അടിക്കടി വരും. എന്നാ ബിരിയാണി ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യും? மட்டன் பிரியாணி. இங்கே ஃபேமஸ் மட்டன் பிரியாணி. மட்டன் பிரியாணி தான். இங்கே சர்வீஸ் ഒക്കെ? நைஸ். ஓகே ப்ரோ, சொல்லு இங்க பிரியாணிஸ் அண்ட் பிரியாணி ரொம்ப ஆத்தென்டிக்கா நல்லா இருக்குங்க. நல்லா இருக்கு. சைடிஸ் எல்லாமே ரொம்ப நல்லா இருக்கு. மூளை எல்லாமே. இதான் ஃப்ரெண்ட்ஸ் ஆர் ஃபேமிலி? ஃப்ரெண்ட்ஸ். ஓகே எப்படி பிரியாணி? நல்லா இருக்கும். ஓகே அங்கிள் எப்படி இருக்கு? நல்லா சூப்பർ. മാം എപ്പറേ? நல்லா இருக்கும். How is the food? Yeah, it's good. എങ്ങനെയുണ്ട് ചിക്കൻ ബിരിയാണി? എങ്ങനെയുണ്ട്? நல்லா இருக்கும். എല്ലാം ഇഷ്ടപ്പെട്ടു. ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? நல்லா இருக்கு. ஓகே. അപ്പോൾ നമുക്ക് സൗന്ദർ ബിരിയാണിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണ്ടേ? നമുക്ക് ചോദിച്ചറിയാം. വണക്കം. ഉങ്ങളുടെ പേര്? ശക്തിവേൽ. ഓക്കെ, എന്തൊക്കെ വെറൈറ്റീസ് ആണ് ഇருக்கு? மட்டன் பிரியாணி, சிக்கன் பிரியாணி, நாட்டுக்கோழி ஃப்ரை, நாட்டுக்கோழி பெப்பர் ஃப்ரை, நாட்டுக்கோழி பெப்பர் ஃப்ரை, நாட்டுக்கோழி ஃப்ரை, மிளகு ஃப்ரை, மட்டன் சுக்கா, மட்டன் சாப்ஸு, மட்டன் ஈரல், மட்டன் சோறுட்டி, மட்டன் கறி, சிக்கன் லாலிபப்பு, ஓகே, சிக்கன் நிஜாமு, சிக்கன் போன்லெஸ், சிக்கன் மஞ்சூரியன், சிக்கன் கார்லிக். ஓகே, അതുപോലെ തന്നെ ഇங்கே സ്റ്റാർട്ട് பண்ண ടൈം காலையில் 11:30, இரவு 10:30, നൈറ്റ് 10:30. മോർണിംഗിൽ 11:30 തൊട്ട് ബിരിയാണി இருக்கு. ஈவினிங் வந்து மட்டன் கறி தோசை, இட்லி, தோசை, இடியாப்பம், முட்டை தோசை, முட்டை ஊத்தாப்பம், நெய் ரோஸ்ட், அந்த டைப் ஆஃப் வெரைட்டிஸ் ഈവനിങ്ങിലും ബിരിയാണി എന്താ ടൈമിലും இருக்கு? ഉണ്ട്. ഓക്കെ, ബിരിയാണി എല്ലാ ടൈമിലും ഉണ്ട് കേട്ടോ. സോ അപ്പം എന്താ സൗന്ദർ ബിരിയാണി സ്പോട്ടിലെ
സ്പെഷ്യൽ ഡിണ്ടിക്കൽ മട്ടൻ ബിരിയാണി ഇതാ വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് അതായത് ബിരിയാണി മാത്രം കഴിക്കാൻ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കൂടെയുള്ള കുറച്ച് പേർക്ക് ചോറും കഴിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ചോറും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഡിസ്പ്ലേയിൽ അവർ നമുക്ക് ചോറ് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യാമറമാൻ ചേട്ടന് ചോറ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ക്യാമറമാൻ ചേട്ടന് ചോറും എനിക്ക് മട്ടൻ ബിരിയാണിയും കേട്ടോ. ഞാൻ മട്ടൻ ബിരിയാണി ഒരെണ്ണം എടുത്ത് വെച്ചു. അതിനുശേഷം ആദ്യം നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇതൊന്ന് കഴിക്കാം. അതാണ് നമ്മുടെ മെയിൻ കാര്യം. ടേസ്റ്റ് നോക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് സാലഡ് എടുക്കുക. പിന്നെ അതിന് കൂടെ തന്നെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ചിക്കൻ 65 ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചിക്കൻ 65ൻ്റെ ഒരു പീസ് എടുക്കുക. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ആദ്യം ചിക്കനും കൂടെ കൂട്ടിയിട്ട് കഴിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അതിന് ശേഷം നമ്മൾ മട്ടനും കൂട്ടി അടിക്കാം. ഓക്കെ. സെമ്മ ടേസ്റ്റ്, അടിപൊളി കേട്ടോ. കാരണം വളരെ സോഫ്റ്റാണ്. ഈ റൈസിൻ്റെ ഒരു ഫ്ലേവർ പറയാതിരിക്കാൻ വയ്യ. പിന്നെ അതുപോലെ തന്നെ ഈ സാലഡ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. തൈരൊക്കെ ഇങ്ങനെ ചേർത്ത് ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. പിന്നെ ഇവിടുത്തെ ബിരിയാണി സോഫ്റ്റാണ്, വളരെ സോഫ്റ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവർ അടിപൊളി കേട്ടോ. സൂപ്പർ. അപ്പോൾ ഇനിയിപ്പം ഞാനിത് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗന്ദർ ബിരിയാണി സ്പോട്ടിലെ MT ആണ്. സാർ വണക്കം. സാർ ഉങ്ങളുടെ പേരും സൗന്ദർ. ശരിക്കും സാറിൻ്റെ പേരും സൗന്ദർ എന്നാണ്. സാർ எப்படி இருக்கு பிஸ்னஸ் ഒക്കെ எப்படி இருக்கு? பிஸ்னஸ் சூப்பர், நல்லா இருக்கும். அந்த ഇവിടെ எவ்வளோ வெரைட்டிஸ் இருக்கு? வெரைட்டிஸ் வந்து ஒரு 100 வெரைட்டிஸ் இருக்கு. இந்த ஐட்டம், சிக்கன் ஐட்டம், மட்டன் பிரியாணி, சிக்கன் பிரியாணி, மட்டன் ஐட்டம், சிக்கன் ஐட்டம். எவ்வளோ நாளாச்சு ஹோட்டல் ஆரம்பிச்சு? நாங்கள் 30 years பண்ணுறோம். இப்போ இங்கே வச்சு 4 months. இப்போ മലയാളീസ് ഒക്കെ വരുന്നുണ്ടോ? മലയാളീസ് വരാங்க, நிறைய வராங்க. ബിരിയാണി பிரியாணி ஸ்பெஷலிஸ்ட். ഇവിടെ എന്താണ് എന്ത് ബിരിയാണിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള? മട്ടൻ ഓർ ചിക്കൻ? മട്ടൻ സ്പെഷ്യൽ. ഓക്കെ. ഇവിടെ വരുന്ന ആളുകളൊക്കെ വീണ്ടും വീണ്ടും വന്നിട്ട് ഏറ്റവും കൂടുതൽ മട്ടൻ തന്നെ കഴിക്കാറ്. ഓക്കെ. എവിടെ സ്റ്റാഫ് ഇருக்கு? സ്റ്റാഫ് ഒരു 35 സ്റ്റാഫ് ഇருக்கு. இந்த ஹோட்டல்ல ഈ ഒരു ആംബിയൻസ്, ഇത് ഒരു ട്രഡീഷണൽ ടച്ച് இருக்கு. அந்த ஐடியா எங்கேருந்து கிடச்சி? ரொம்ப நாளாக கொஞ்சம் பெருசாக வைக்கணும்னு எதிர்பார்த்தேன். இன்னொரு கடை இருக்குது, பிரான்ச்சு ஓப்பன் பண்ணேன். கொஞ்சம் பெருசாக பெரிய எல்லாம் பண்ணிட்டு ரொம்ப நாளாக இருந்துச்சுன்னேன், அது கிடச்சிச்சு. அதனால் இப்போ ഓക്കെ. സോ നമ്മളും ഇവിടുത്തെ ബിരിയാണി സാപ്പിട്ട് സൂപ്പറാണ് കേട്ടോ സാർ, അടിപൊളി ബിരിയാണിയാണ്. ഓക്കെ. അപ്പം മലയാളീസിന് നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിരിയാണി ഡിണ്ടിക്കൽ വരുമ്പോഴത്തേനും ബിരിയാണി സാപ്പിടാൻ നമുക്ക് ഭയങ്കര ഒരു കൊതി ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിട്ട് വളരെ നല്ലൊരു ആംബിയൻസിൽ ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് സൗന്ദർ ബിരിയാണി സ്പോട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. സേഫ് കാർ ഫ്ലേവേഴ്സിൽ നിന്നും ഞാൻ ഡ്രീം റോക്കി. ബൈ ബൈ.